നാളെ അനന്തമാഷ് വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ പോവല്ലേ? അല്ല, നിന്നെ വിളിച്ചായിരുന്നോ? ഇല്ല, അത് ചെറിയ രീതിയിൽ വല്ല ഓപ്പൺ ചെയ്യുന്നതാവും. ഓ, അല്ലെങ്കിൽ ഇപ്പൊ നിന്നെ വിളിച്ചേനെ. എടാ, ആനന്ദമാഷിന്റെ കുടുംബം നിന്നെ പൂർണ്ണമായിട്ടും തഴഞ്ഞിരിക്കുക. അത് മനസ്സിലാക്കാതെ നീ ആ അനുപമയുടെയും മാഷിനെയും പുറകെ നടക്കുന്ന എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. രഘുവാണല്ലോ വിളിക്കുന്നത്. ഓ ആ രഘു. ആ ഇന്ദ്ര, നിന്നെ നേരിട്ടുണ്ട് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ തിരക്കിനിടയിൽ പറ്റിയില്ല. ഞാൻ നാളെ ഒരു ഗാർമെന്റ്സ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിരുന്നു രഘു. എല്ലാം നന്നായിട്ട് നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഇന്ദ്ര. പിന്നെ നാളെ അമ്മാവൻ വിളക്കൊളുത്തുന്നൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ, വേറെ ഫംഗ്ഷൻസ് ഒന്നുമില്ല. സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞ ശേഷം എല്ലാവർക്കും വേണ്ടി ഒരു ഫംഗ്ഷൻ നടത്താന്ന് ദാസങ്ങൾ പറയും. അത് മതി രഘു. ഫംഗ്ഷൻ ഒന്നും വെച്ചില്ലെങ്കിലും ഓപ്പൺ ആയതിനു ശേഷം ഞാൻ ഒരു ദിവസം കൂടെ ഇറങ്ങാം. ഓക്കെ ഇന്ദ്ര, സന്തോഷം. ഞാൻ വെക്കട്ടെ ഇന്ദ്ര. ശരി, ഓക്കെ, ബൈ. ശരി എന്നാ. എടാ എടാ, ഉദ്ഘാടനത്തിന് ക്ഷണിക്കാത്തവന്റെ സ്ഥാപനത്തിലേക്ക് നീ എന്തിനാടാ ചെല്ലാമെന്ന് പറഞ്ഞത്? അവനെ സുഖിപ്പിച്ചിട്ട് നിനക്ക് എന്താടാ നേട്ടം? ഒരു വാക്കല്ലേ അമ്മേ, അതുകൊണ്ട് എനിക്കൊരു നഷ്ടമില്ലല്ലോ. ഓ, നിന്റെ ജന്മം തന്നെ തൊലച്ച കുടുംബം അത്. അതിലൊരുത്തിനോട് ഒരു വാക്കുപോലും നീ അനുകൂലമായിട്ട് പറയുന്നത് എനിക്കിഷ്ടമല്ല. അതിന് എന്റെ ജന്മം തുറഞ്ഞു പോയെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ. പലരുടെയും ലൈഫിലുള്ളതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിലും ഉണ്ട്. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും എന്നുള്ള വിശ്വാസവും എനിക്കുണ്ട്. അതുകൊണ്ട് അമ്മ എനിക്ക് വേണ്ടി പുതിയ കല്യാണവും പുതിയ ജീവിതമൊന്നും ഉണ്ടാക്കാൻ നോക്കണ്ട. ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പൊയ്ക്കോളാം. ശരി അമ്മേ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് കിടക്കട്ടെ. അമ്മ ചെല്ല് ചെല്ല്. ഓ